ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും മഴ സജീവമാവുകയാണ്. 5 ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ചില ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നിലവിലുള്ള സാഹചര്യമുണ്ട്. മറ്റു ചില ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. ഇതേക്കുറിച്ച് വിശദീകരിക്കാൻ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ നീത കെ ഗോപാൽ സി മലയാളം ന്യൂസിനൊപ്പം ചേരുകയാണ്. മാഡം, കാലവർഷം വീണ്ടും സജീവമാവുകയാണോ? പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി നിൽക്കുന്നു എന്നുള്ള വിവരങ്ങളുണ്ട്. അപ്പോൾ അതിതീവ്ര മഴ മുന്നറിയിപ്പ് അടക്കം പ്രഖ്യാപിച്ചിട്ടുള്ള സാഹചര്യങ്ങളിൽ ഈ വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് ആളുകൾ ജാഗ്രത പുലർത്തേണ്ട സാഹചര്യമുണ്ടല്ലേ? അതെ, കാലവർഷം ശക്തിയായി ഇന്നലെ മുതൽ പരക്കെ മഴ പെയ്യുന്നുണ്ട്. കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായിട്ട് മഴയുണ്ട്. കാറ്റിനും പല സ്ഥലങ്ങളിലും ശക്തി കൂടിയതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ ഇന്നു മുതലാണ് കാലവർഷത്തിൻ്റെ ഈ ഒരു എപ്പിസോഡിൻ്റെ ഏറ്റവും പീക്കായിട്ടുള്ള വെതർ തുടങ്ങുന്നത്. അപ്പോൾ 14, 15, 16 തീയതികളിലായിട്ടാണ് ഏറ്റവും കൂടുതൽ മഴ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ഒരു നമ്മൾ വാർണിംഗ് മാപ്പ് നോക്കിയാൽ മനസ്സിലാകും. വടക്കൻ ജില്ലകളിലേക്കാണ് കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നത്. സാധാരണ എന്ന പോലെ തന്നെ വടക്കുള്ള കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളെയാണ് ഇപ്രാവശ്യവും കൂടുതലായിട്ട് ഈ കാലവർഷത്തിൻ്റെ ഈ എപ്പിസോഡ് കൂടുതലായിട്ട് ബാധിക്കാൻ പോകുന്നത്. പിന്നെ മറ്റു ജില്ലകളിലും അത്ര തന്നെ തീവ്രത ഇല്ലെങ്കിൽ പോലും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കേരളം മുഴുവനും എന്ന പോലെ വാർണിംഗ് ഇഷ്യൂ ചെയ്യേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ അതിനൊപ്പം തന്നെ കാറ്റിൻ്റെ ശക്തിയുണ്ട്. പിന്നെ ഉയർന്ന തിരമാലകൾക്കുള്ള സാധ്യതയുണ്ട്. മീൻപിടുത്തക്കാർക്കുള്ള കാലാവസ്ഥ സൂചനയുണ്ട്. പിന്നെ തീരപ്രദേശത്ത് ഉള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം മലയോര പ്രദേശത്തുള്ള ആളുകൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പോലെ തന്നെയാണ് അത്ര തന്നെ പ്രാധാന്യത്തിൽ തീരദേശത്തുള്ളവരും ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. അതിശക്തമായ കാറ്റും ഉയർന്ന തിരമാലകളും ഉള്ളതുകൊണ്ട് അവരെയും ഈ കാലവർഷം അതുപോലെ തന്നെ ബാധിക്കാവുന്നതാണ്. ബംഗാൾ ഉൾക്കടലിൽ ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ ചക്രവാത ചുഴി ഒരുപക്ഷെ ന്യൂനമർദ്ദമായിട്ടോ അതിതീവ്ര ന്യൂനമർദ്ദമായിട്ടോ ശക്തി പ്രാപിക്കാനുള്ള സാധ്യത ഈ ഒരു ടൈം പീരീഡിൽ കാണുന്നുണ്ടോ? ഇല്ല, ഈ ചക്രവാത ചുഴി നമ്മളെ കാര്യമായിട്ട് അങ്ങനെ ബാധിക്കാനുള്ളൊരു സാഹചര്യം കാണുന്നില്ല. ഒറീസ തീരത്തിനടുത്താണ് അത്. അത്ര ശക്തിയായൊരു വെതർ സിസ്റ്റം അല്ലത്. അപ്പോൾ സാധാരണ ഒരു ചക്രവാത ചുഴിയൊക്കെ ബംഗാൾ ഉൾക്കടലിലുണ്ടെങ്കിൽ അത് നമ്മളുടെ മഴയെ കാര്യമായിട്ട് സ്വാധീനിക്കാറുണ്ട്. മഴ കൂടാനുള്ളൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതിന് അത്രയ്ക്ക് ഒരു സ്വാധീനം ഉണ്ടാവാനുള്ള സാഹചര്യം കാണുന്നില്ല. പക്ഷേ പടിഞ്ഞാറൻ കാറ്റിൻ്റെ ശക്തി കൂടിയതാണ് നമ്മൾക്കിപ്പോൾ ഈ കാണുന്ന മഴയ്ക്കുള്ള ഒരു കാരണമെന്ന് പറയുന്നത്. ഇത് ന്യൂനമർദ്ദമാവാനുള്ളൊരു സാഹചര്യവും തൽക്കാലം കാണുന്നില്ല. ഈ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ ഭീഷണി, ഈ അതിതീവ്ര മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകളിൽ നമുക്ക് ആ ഒരു സാഹചര്യം തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ പൊതുജനങ്ങൾ പ്രത്യേകിച്ച് ഈ റെഡ് അലർട്ടുള്ള ജില്ലകളിൽ ജാഗ്രത തുടരേണ്ട ഒരു സാഹചര്യമാണുള്ളതല്ലേ? അതെ, ഒന്ന് തുടർച്ചയായിട്ടുള്ള മഴയായിരിക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തുടർച്ചയായ മഴ പെയ്യുമ്പോൾ അറിയാവുന്നതുപോലെ പലപ്പോഴും അതിൻ്റെ കൂടെ അതിശക്തമായ മഴയൊക്കെ പെയ്യുമ്പോഴാണ് പല അപകടങ്ങളും ഉണ്ടായിട്ടുള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നെ മലയോര പ്രദേശങ്ങളിൽ സാധാരണ ഈ മൺസൂൺ സമയത്ത് രാത്രികാലങ്ങളിലാണ് മഴ കൂടുതൽ ഉണ്ടാകുന്നുള്ള ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അത് കർശനമായും പാലിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന് ഈ മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രതാ നിർദ്ദേശമാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുത് എന്നുള്ളതാണ് അവർക്ക് നൽകിയിരിക്കുന്ന ജാഗ്രതാ മുന്നറിയിപ്പ്. അതോടൊപ്പം ഉയർന്ന തിരമാലയ്ക്കുള്ള ജാഗ്രതാ മുന്നറിയിപ്പ് ബിൻകോയിസും നൽകുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായി പാലിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത് അല്ലേ? 4 മീറ്റർ വരെ തിരമാല ഉയരാനുള്ള സാധ്യതയുണ്ട്. അത് 4 മീറ്റർ വരെ എന്ന് പറഞ്ഞാൽ ഓറഞ്ച് കളറാണ് ഇന്ന് കൊടുത്തിരിക്കുന്ന അലേർട്ട്. പക്ഷേ അതോടുകൂടി അതിനോടൊപ്പം തന്നെ ശക്തിയായ മഴയും ശക്തിയായ കാറ്റും കടലിൽ അനുഭവപ്പെടും. അപ്പോൾ അതുകൊണ്ടാണ് മത്സ്യത്തൊഴിലാളികൾ കടലിൽ ഒരു കാരണവശാലും പോകരുത് എന്നുള്ളൊരു ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. ഈ വിനോദസഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, സാധാരണഗതിയിൽ വിനോദസഞ്ചാരികൾ എല്ലാ ജില്ലകളിലും ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ വരാറുണ്ട്. മഴക്കാലത്ത് പൂർണ്ണമായും അത്തരം യാത്രകൾ, രാത്രികാല യാത്രകളടക്കം ഒഴിവാക്കേണ്ട ഒരു സാഹചര്യമുണ്ടല്ലേ? അതുണ്ട്. ഒന്ന്, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പ്രത്യേകിച്ചും കേരളത്തിലെ പിക്നിക് സ്പോട്ടുകളെല്ലാം മിക്കവാറും ഒക്കെ നമ്മുടെ ഈ പശ്ചിമഘട്ട മലനിരയിലുള്ള പല സ്ഥലങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആണ് ജില്ലാ അധികൃതർ ഓൾറെഡി ഈ പല ഇതുപോലെ അപകട സാധ്യതയുള്ള സ്ഥലങ്ങളെല്ലാം അടച്ചിട്ട് ഉത്തരവായിട്ടുണ്ട് ഓൾറെഡി, ഈ വാർണിങ്ങുകളൊക്കെ ബേസിസിൽ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളും നമ്മളും നമ്മുടെ സ്വരക്ഷയും ഒക്കെ കരുതി ഈ യാത്രകളൊക്കെ കുറച്ച് മാറ്റി വെക്കുന്നത് തന്നെയായിരിക്കും സുരക്ഷിതം. അത് ജാഗ്രതാ നിർദ്ദേശങ്ങളിൽ തീർച്ചയായും
പാലിക്കേണ്ടിയിരിക്കുന്നു. അത് അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന മഴ അത് എത്ര ദിവസം വരെ ഉണ്ടാകും? അത് കഴിഞ്ഞ് ക്ലൈമറ്റിലൊരു ചേഞ്ച് ഉണ്ടാകുമെന്നത് തന്നെയാണോ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത്? ഇപ്പോൾ 16-ാം തീയതി വരെയാണ് അതിശക്തമായ മഴ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം മഴ തുടരും. 18-ാം തീയതി രാവിലെയോടുകൂടി മഴയ്ക്ക് കാര്യമായ കുറവുണ്ടാവും. 17-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം തെക്കൻ ജില്ലകളിൽ കുറവുണ്ടാവും. 18 രാവിലെയോടുകൂടി വടക്കൻ ജില്ലകളിൽ നിന്നും ഈ അതിശക്തമായ മഴയുടെ ഒരു മഴ കുറവുണ്ടാവും. അതിനുശേഷം മഴ തുടരുമെങ്കിലും അത് അതിശക്തമായ മഴയോ അല്ലെങ്കിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ആവശ്യമായിട്ടുള്ളൊരു രീതിയിലോ ആയിരിക്കില്ല. പക്ഷേ മൺസൂൺ കാലത്ത് സ്വാഭാവികമായിട്ടും പെയ്യുന്ന മഴ ഉള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ തീർത്ത് മഴയില്ലാത്തൊരു അവസരമായിരിക്കില്ല, മഴയുണ്ടാവും. പക്ഷേ ജാഗ്രതയുടെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല, ആ ഒരു നിലയിലുള്ള മഴയുണ്ടാവുള്ളൂ. ഈ കുറച്ച് സമയത്തിനുള്ളിൽ കൂടുതൽ മഴ പെയ്യുന്ന പ്രതിഭാസമാണ് കഴിഞ്ഞ കുറേ നാളുകളായി സംസ്ഥാനത്ത് ഉണ്ടാകുന്നത്. അത് കാലാവസ്ഥയിൽ വന്ന മാറ്റമാണോ അതിനുള്ള കാരണം? അത് അങ്ങനെ തന്നെ വേണം കരുതാനായി. കാരണം ഈ സമയത്ത് കാലവർഷകാലത്തുണ്ടാകുന്ന മേഘങ്ങളുടെ ഒരു ഉയരവും അതിൻ്റെ ഒരു രീതി പാറ്റേണും ഒക്കെ അത് മാറി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു പ്രത്യേകത നമ്മുടെ ഇപ്പോൾ ഈ പറയുന്ന എപ്പിസോഡിൽ മേഘങ്ങളുടെ ഉയരം അത്ര കണ്ട് കൂടുതലല്ല. നമ്മളുടെ മൺസൂൺ ഓൺസെറ്റ് സമയത്ത് ഉണ്ടായിരുന്ന സമയത്തെ അത്രയും ഒരു ഉയരമുള്ള മേഘങ്ങളല്ല ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് മഴയ്ക്കൊരു ശക്തിക്കുറവ് നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ ഈ കാലവർഷക്കാലത്തുണ്ടാകുന്ന മേഘങ്ങളുടെ ഒരു രീതിയും സ്വഭാവവും പാറ്റേണും ഒക്കെ മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കുറഞ്ഞ സമയത്തിനകത്ത് വളരെ അതിശക്തമായ മഴ അല്ലെങ്കിൽ തീവ്രമായ മഴ വളരെ ലോക്കലൈസ്ഡ് ആയിട്ട് പെയ്യുന്നതും അതിൻ്റെ ഫലമായിട്ടുള്ള ഈ ഫ്ലാഷ് ഫ്ലഡ്, മിന്നൽ പ്രളയങ്ങളോ അല്ലെങ്കിൽ അതുപോലെയുള്ള മണ്ണിടിച്ചിൽ പോലെയുള്ള കാര്യങ്ങളോ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം ഇങ്ങനെയുള്ള അതിതീവ്രമായ വളരെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള മഴയാണ്. പകൽ സമയത്ത് മഴ കുറഞ്ഞു നിന്ന് കഴിഞ്ഞാലും ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കുള്ള സാധ്യത പല ഘട്ടങ്ങളിലും പ്രവചിക്കാറുണ്ട്. അത് ഒരുപക്ഷെ ഈ ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട തീവ്ര മഴയ്ക്കോ അതിതീവ്ര മഴയ്ക്കോ ഉള്ള സാധ്യത തന്നെയാണ് അല്ലേ? ഇടിമിന്നലുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇപ്പോഴത്തെ ഈ ക്ലൗഡിൻ്റെ ഒരു പാറ്റേൺ ഒക്കെ വെച്ച് നോക്കിയിട്ട് ഇടിമിന്നൽ സാധ്യത ഈ വരുന്ന ദിവസങ്ങളിലില്ല. പക്ഷേ ശക്തിയായ കാറ്റ്, അത് മൺസൂൺ കാറ്റ് ശക്തിപ്പെടുന്നതുകൊണ്ടാണ് ശക്തിയായിട്ടുള്ള കാറ്റ് അനുഭവപ്പെടുന്നത്. അത് ഇടിമിന്നൽ ഓടുകൂടിയുള്ള മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ കാറ്റ് അല്ല. ഇത് രണ്ടും തമ്മിൽ എന്താ പറയുക, അതിൻ്റെ ഫോർമേഷനിൽ ഒരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടില്ല. കാറ്റിനുള്ള ജാഗ്രത മാത്രമേ ഉള്ളൂ, അതിശക്തമായ മഴയ്ക്കും ഉള്ളതേ ഉള്ളൂ. പക്ഷേ ഈ പകൽ സമയത്ത് എന്ന് പറഞ്ഞാൽ മഴ ഒന്ന് തുടർച്ചയായി 24 മണിക്കൂർ നമുക്ക് മഴ കിട്ടാറില്ല. അതിനൊരു കാരണം പ്രകൃതിയിലുള്ള ഒരു ഓസിലേഷനാണ്. നമ്മൾ ഈ അന്തരീക്ഷ മർദ്ദത്തിൻ്റെ ഒരു ഓസിലേഷനാണ്. അത് ഉച്ചയ്ക്ക് തൊട്ട് മുൻപ് ഒരു മഴക്കുറവ് അനുഭവപ്പെടാറുണ്ട്. പിന്നെ രാത്രി ഒരു 10 മണിയോടടുത്തൊരു മഴക്കുറവ്. പിന്നെ നമ്മൾക്ക് വെളുപ്പിനാണ് മഴ. അത് മൺസൂൺ മഴയുടെ ഒരു പ്രത്യേകതയാണ്, വെളുപ്പിന് അതിശക്തമായ മഴ പെയ്യുക എന്നുള്ളത്. അത് ഈ അന്തരീക്ഷ മർദ്ദത്തിൻ്റെ ആ ഒരു ഓസിലേഷനും അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പാറ്റേണും ഉണ്ട്. പിന്നെ എന്താ പറയുക, മഴമേഘങ്ങളുടെ രൂപം ഉണ്ടാവുന്നതിൻ്റെ ഒരു രീതിയുണ്ട്. അത് ഈ സൂര്യോദയത്തിന് തൊട്ട് മുമ്പുള്ള സമയങ്ങളിലാണ് അത് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ളൊരു സമയമായിട്ട് മൺസൂൺ സമയത്ത് വരുന്നത്. അതുകൊണ്ടുമാണ് ഈ അതിരാവിലെ നമുക്ക് കൂടുതൽ മഴ അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ഈ തീരമേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് റെഡ് അലർട്ടൊക്കെ തന്നെയും ഉണ്ടായിരുന്നു. ഇൻകോയ്സ് പുറപ്പെടുവിച്ചിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം അങ്ങനെയായിരുന്നു. ഇന്നൊരു പക്ഷേ അക്കാര്യം പ്രതീക്ഷിക്കാമല്ലേ ഉച്ചയ്ക്ക് ശേഷം? അത് ഇൻകോയ്സിൻ്റെ അലേർട്ട് വൈകുന്നേരം 5:30 ശേഷമാണ് അവർ അപ്ഡേറ്റ് ചെയ്യാറ്. അപ്പോൾ ഇപ്പോൾ നിലവിൽ അത് ഓറഞ്ച് അലേർട്ടാണ്. അപ്പോൾ വൈകുന്നേരം 5:30 അവരുടെ അപ്ഡേറ്റ് കണ്ടതിന് ശേഷമേ ഉള്ളൂ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഓറഞ്ചിൻ്റെ അവർ കൊടുത്തിരിക്കുന്ന വേവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4 മീറ്റർ വരെയാണ്. റെഡ് തുടങ്ങുന്നത് 4 മീറ്ററിന് ശേഷമാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഓറഞ്ചും റെഡും തമ്മിൽ വലിയ വ്യത്യാസം നമ്മൾ കരുതേണ്ട ആവശ്യമില്ല. ആ ഒരു ക്ലാസിഫിക്കേഷന് വേണ്ടി ഇത് വരുന്നെന്നുള്ളെങ്കിലും ആ 4 മീറ്റർ വരെയും അല്ലെങ്കിൽ 4 മീറ്റർ 3.9ഉം 4.1ഉം തമ്മിൽ വലിയ വ്യത്യാസം വരില്ല. അതുകൊണ്ട് അതിൻ്റെ ഇമ്പാക്റ്റ് സെയിം തന്നെ ആയിരിക്കാനാണ് സാധ്യത. അപ്പോൾ അതുകൊണ്ട് ഓറഞ്ച് ആണെന്നുള്ളത് കൊണ്ട് ശ്രദ്ധക്കുറവിൻ്റെ ആവശ്യം ഇല്ല. ഓറഞ്ച് ആണെങ്കിൽ പോലും ഒരുപക്ഷെ റെഡ് അലർട്ടിന് സമാനമായിട്ടുള്ള ജാഗ്രത അതിപ്പോൾ മഴയുടെ കാര്യത്തിലാണെങ്കിലും കടലിൻ്റെ കാര്യത്തിലാണെങ്കിലും വേണം. അതെ, അങ്ങനെ തന്നെയാണ്. പിന്നെ തുടർച്ചയായി പെയ്യുന്ന മഴയോ അല്ലെങ്കിൽ
സമുദ്രത്തിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കരയിലുണ്ടാകുന്നത് പോലെയല്ല. സമുദ്രം ശാന്തമാകാൻ സമയം കൂടുതലെടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കാറ്റടിച്ച് അല്ലെങ്കിൽ തിര വന്ന് അത് പെട്ടെന്നങ്ങ് ശാന്തമാകില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ജാഗ്രതാ നിർദ്ദേശങ്ങൾക്ക് ഒരു തുടർച്ചയുണ്ട് എപ്പോഴും. അപ്പോൾ അത് കൊണ്ട് എന്താ പറയുക, കരയിലെ മഴ കുറഞ്ഞു ഉടനെ കടൽ ശാന്തമാവും അങ്ങനെ ഒരു അർത്ഥവുമില്ല അതിന്. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ കടലിൽ സ്ഥിരമായി പോകുന്നുള്ളവർക്ക് എല്ലാവർക്കും നന്നായി അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവരതിൻ്റേതായ ഒരു രീതിയിലേ ഇങ്ങനെയുള്ള അലേർട്ടുകളെ കാണുള്ളൂ എന്നുള്ള ഉറപ്പുണ്ട്. ഓവറോൾ പറയുകയാണെങ്കിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജാഗ്രതയിൽ തെല്ലും വിട്ടുവീഴ്ച പാടില്ല. എല്ലാ തുറയിലുമുള്ള ആളുകൾ ജാഗ്രത പാലിക്കേണ്ട 3 ദിവസമാണ്. എല്ലാ രീതിയിലും നമ്മളുടെ ഒരു കാര്യം കഴിഞ്ഞാൽ ശനിയും ഞായറും കൂടി വന്നതുകൊണ്ട് ഒരു നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. കാരണം പല സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നില്ല. അങ്ങനെയുള്ളതൊക്കെ കൊണ്ട് ഇങ്ങനെയൊരു മഴ വന്നു കഴിഞ്ഞാലും എന്താ പറയുക, ഇങ്ങനെയുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ഓട്ടോമാറ്റിക്കലി അത് ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടാവും, പാലിക്കപ്പെടും എന്നുള്ളൊരു വിശ്വാസവും ഉണ്ട്. തീർച്ചയായും വരും ദിവസങ്ങളിലും മഴ തുടരാനുള്ള സാധ്യതയാണുള്ളത് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. പൊതുജനങ്ങൾ ജാഗ്രത അതേപടി തുടരണം എന്നുള്ളതാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. തിരുവനന്തപുരത്ത് നിന്ന് PV രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.